എല്ലാവർക്കും നമസ്കാരം. ബോംബെ റിലയൻസ് ഗ്രൂപ്പിൻ്റെ മുൻ സീനിയർ വൈസ് പ്രസിഡൻറ്റും അസറ്റ് ഇൻ്റർനാഷണൽ ഗ്ലോബൽ കൺസൾട്ടിംഗ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സജീവ് നായരാണ് ഇന്ന് നമ്മളോടൊപ്പം. ഡോക്ടർ സജീവ് നായർ തിരുവനന്തപുരം സ്വദേശി. എഞ്ചിനീയർ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും കൈവരിച്ച അദ്ദേഹം ലോകത്തിലെ വിവിധ വൻകിട കോർപ്പറേറ്റുകൾ ഉൾപ്പെടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലും സീനിയർ വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനുപരി അദ്ദേഹം നടന ചക്രവർത്തി ഡോക്ടർ ഗുരു ഗോപിനാഥിന്റെ കീഴിൽ 11 വർഷം കേരള നടനം അഭ്യസിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യത്തിന്റെ കീഴിൽ കഥകളിയും നട്ടുവൻ പരമശിവം മാസ്റ്ററുടെ കീഴിൽ ഭരതനാട്യവും അഭ്യസിച്ചിട്ടുണ്ട്. അഭിനയം ഒരു അഭിനിവേശമായി കണ്ട അദ്ദേഹം സിനിമാ സീരിയൽ രംഗത്ത് തന്റെ കഴിവ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അടുത്തിടെ ദി ലൈഫ് എന്ന ഷോർട്ട് ഫിലിമിൽ ആക്ടർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ എന്ന വേഷങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ദി ലൈഫ് എന്ന ഷോർട്ട് ഫിലിമിൽ 14 വ്യത്യസ്ത കഥാപാത്രങ്ങളെ വളരെ ചാരുതയായി ചിത്രീകരിച്ച അദ്ദേഹം ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉൾപ്പെടെ വിവിധ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിലും അവാർഡുകൾക്ക് അർഹതപ്പെട്ടു. അദ്ദേഹം പല മേഖലകളിൽ വൈവിധ്യമാർന്ന പല വേഷങ്ങൾ ആടി തിമിർത്ത് ഇപ്പോഴും മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ്. ലോകപ്രസിദ്ധനായ ഗുരു ഗോപിനാഥിൻ്റെ ശിഷ്യനും ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ നിന്നും വേൾഡ് റെക്കോർഡ് ജേതാവായ ഡോക്ടർ സജീവ് നായരാണ് ഇന്ന് നമ്മളോടൊപ്പം യമുന തീരത്ത്. വെൽക്കം സർ. Thank you very much for the nice and brief introduction. It's very good. Thank you very much. Yeah. സാറിൻ്റെ ഈ പേരിനോടൊപ്പം ഉള്ള ഡോക്ടർ എന്നുള്ളത് ഡോക്ടറേറ്റ് ആണോ അത് ക്ലിനിക്കൽ? അല്ല, PhD ആണ്. ഞാൻ എഞ്ചിനീയറാണ്, ബേസിക്കലി എഞ്ചിനീയറാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഈ ഡോക്ടറൽ ഡിഗ്രി. UPS എന്ന് പറയും, യൂണിവേഴ്സിറ്റി ഫോർ പെട്രോളിയം എനർജി സ്റ്റഡീസ്, UPS. അതിൽ നിന്നും എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റിലും പ്രത്യേകിച്ച് പ്രഡോമിനൻ്റ്ലി സേഫ്റ്റി എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റിലും ആണ് ഞാൻ PhD എടുത്തത്. മാത്രമല്ല ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് കുറേ ഉണ്ട്. സ്കോട്ട്ലൻഡിൽ നിന്നും ഇന്റർനാഷണൽ ഗ്ലോബൽ അസസറാണ്, ഇന്റർനാഷണൽ ഗ്ലോബൽ വെരിഫയർ ആണ്, ലീഡ് IMS ഓഡിറ്ററാണ്. അപ്പോൾ എന്തൊക്കെ പദവികളിലാണ് അദ്ദേഹം സഞ്ചരിച്ചതെന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു രോമാഞ്ചമാണ് ഉണ്ടാവുന്നത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ള വാക്കിനെക്കാട്ടിലും നല്ലത് എവറിത്തിങ് ഈസ് പോസിബിൾ എന്നാണ്. എവറിത്തിങ് ഈസ് പോസിബിൾ. ചേട്ടാ എവിടെ പഠിച്ചതും ജനിച്ചു വളർന്നതൊക്കെ? എല്ലാം ട്രിവാൻഡ്രം തന്നെയാണ്, പ്രോപ്പർ ട്രിവാൻഡ്രം തന്നെയാണ്. കുടുംബ വീട് പരശുവയ്ക്കൽ കോയിക്കൽ വീടെന്ന് പറയും. അത് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ PWDയിലായിരുന്നു. അങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് വന്നു. നമ്മളുടെ കോളേജ് വിദ്യാഭ്യാസവും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഞാൻ ബാംഗ്ലൂർ പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗവൺമെൻറ് ഓഫ് കേരളയിൽ ആദ്യം വർക്ക് ചെയ്യുന്നത് കേരള ഓട്ടോമൊബൈൽസിലെ എഞ്ചിനീയറായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കെൽട്രോണിൽ സീനിയർ എഞ്ചിനീയറായിരുന്നു. ദെൻ ഡെപ്യൂട്ടി മാനേജറായി. എനിക്ക് പിന്നെ അതിനെപ്പറ്റി പറയേണ്ട കൂടുതലും ഞാൻ അങ്ങ് റിസൈൻ ചെയ്തതിന് ശേഷം ബിക്കോസ് ഓഫ് അഫിനിറ്റി ടുവേഴ്സ് ഗ്ലോബൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അഫിനിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഔട്ട്സൈഡിലേക്ക് പോയി. ഔട്ട്സൈഡ് മീൻസ് റോയൽ ഡച്ച് ഷെൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വൺ ഓഫ് ദി ലാർജസ്റ്റ് എക്സ്പ്ലോറേഷൻ പ്രൊഡക്ഷൻ കമ്പനീസ് ഇൻ ദി വേൾഡ്, അതിൽ ജോയിൻ ചെയ്തു. അത് പ്രോജക്റ്റ് എഞ്ചിനീയർ. അങ്ങനെ പല പല കരിയർ പ്രോഗ്രഷൻസ് വളരെ വ്യത്യാസമായിട്ടുള്ള മേഖലകളിലേക്ക് ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടല്ലേ? ഇഷ്ടം പോലെ. മൈ ഗോഷ്, ഇൻസ് യൂറോപ്യൻ റീജിയൻ ആൻഡ് US റീജിയൻ, മിഡിൽ ഈസ്റ്റ് റീജിയൻ, ഫാർ ഈസ്റ്റ് റീജിയൻ, ഓസ്ട്രേലിയൻ റീജിയൻ, ആഫ്രിക്കൻ റീജിയൻ. ഇന്ത്യയിലും ഇതിനിടയ്ക്ക് വന്നു. 3 വർഷം നമ്മൾ ഷെൽ ഹസീറയിലെ ഒരു ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് LNG പ്രോജക്റ്റ് എന്ന് പറയും, അതിൻ്റെ ഒരു പ്രോജക്റ്റ് മാനേജറായിട്ട് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അഗെയിൻ ഐ വെന്റ് ബാക്ക് ടു ADNOC, അബുദാബി നാഷണൽ ഓയിൽ കമ്പനി. ദാറ്റ് ഈസ് ത്രൂ ഷെൽ. അത് വൺ ഓഫ് ദി ലാർജസ്റ്റ് എക്സ്പ്ലോറേഷൻ പ്രൊഡക്ഷൻ കമ്പനീസ് ഇൻ ദി വേൾഡ്, 4th ലാർജസ്റ്റ് ആണ്. അത് അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പല സ്ഥലങ്ങളും. എങ്ങനെയാണ് ഈ റിലയൻസിലേക്ക് വന്നുവിട്ടത്? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ യമുന. ഇത് ഞാൻ വരാൻ കാരണം, ഞാൻ അവിടെ ഔട്ട്സൈഡിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഐ ഗോട്ട് എ കോൾ. ഇന്ത്യയിലെ ഒരു വലിയൊരു മൾട്ടിനാഷണൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ഇതിൽ കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമ്മൾ വെളിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്തിനാണ് തിരിച്ചു വരണം എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് ഒരു പ്രൊഫഷണൽ ചലഞ്ച് എപ്പോഴും ഞാൻ
നോക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് എൻ്റെ കരിയറിൽ പ്രൊഫഷണൽ ചേഞ്ച് അത് മാത്രമല്ല എല്ലാത്തിനും, ഈവൻ കലയെപ്പറ്റി നമ്മൾ പറഞ്ഞില്ല. അതെ, അബ്സല്യൂട്ട്ലി. ഞാനങ്ങനെ ആ പ്രൊഫഷണൽ ചലഞ്ച് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലയൻസിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കുമ്പോഴും ഏഷ്യയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ബിഗ്ഗസ്റ്റ് ഓർഗനൈസേഷനാണ് മുകേഷ് ടി അംബാനി ഹെഡ് ചെയ്യുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ 2011 directly joined as a senior vice president and group head of manufacturing and learning and capability division head ആയിരുന്നു. It was a challenging and plus it was very good experience. അങ്ങനെ 10-11 വർഷം വർക്ക് ചെയ്തു. കഴിഞ്ഞ വർഷം 2022 ഞാൻ റിലയൻസിൽ നിന്ന് മാറിയിട്ട് ഒരു ഗ്ലോബൽ കൺസൾട്ടിംഗ് കോർപ്പറേഷൻ അസെറ്റ് എന്ന് പറഞ്ഞ ഏഷ്യൻ സ്കൂൾ ഓഫ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ആൻഡ് competent human resources solutions എന്ന് പറയും. It is predominantly focusing on various kinds of projects in the oil and gas spectrum. അപ്പോൾ ആ ഫീൽഡിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ധാരാളം ബിസിയാണ്, ട്രാവലിംഗ് ആണ്. അതെ, യാത്രകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഡിഫറെന്റ് പ്രോജക്ട്സ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, പല വലിയ. അപ്പൊ ഇത്രയും തിരക്കുകൾക്കിടയിൽ ഇതിപ്പം ഈ പറഞ്ഞു കേട്ടിടത്തോളം നമുക്ക് മനസ്സിലായി ഒരു സെക്കൻഡ് പോലും കളയാനില്ലാത്തൊരു വ്യക്തിയാണെന്നുള്ളത്. അപ്പൊ ഈ തിരക്കുകൾക്കിടയിൽ എങ്ങനെയാണ് ഈ ഒരു അഭിനയം എന്നൊരു ഇതിലേക്ക് വരികയും, അറിയില്ല, പ്രേക്ഷകർക്ക് അത് അറിയില്ല സംഭവം, നമുക്ക് അതിലേക്ക് നിങ്ങൾ കേട്ടാൽ ഞെട്ടുന്നൊരു സംഭവമാണത്. എങ്ങനെയായിരുന്നു ആ ഒരു ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കൊക്കെ വരാൻ ആ ഒരു സാഹചര്യം? അത് കുറേ പറയാനുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ ലോകപ്രശസ്തനായ നടനകലാനിധി, നാട്യകലാ ചക്രവർത്തി, നടനകലാരത്നം ഡോക്ടർ ഗുരു ഗോപിനാഥ്. പക്ഷേ ഈ ഗുരു ഗോപിനാഥ് സാറിനെ കുറിച്ച് എന്തെങ്കിലും പറയണം, കാരണം ഇപ്പോൾ ഉള്ളവർക്ക് അറിയില്ല അദ്ദേഹത്തെ കുറിച്ച്. അതെ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് പറയണമെന്ന് വിചാരിച്ചു. ഗുരുഭ്യോ നമഃ. ആദ്യം എൻ്റെ ഗുരുവിന് ഞാൻ നമസ്കാരം, കാൽത്തൊട്ട് വന്ദനം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണത്. ഗുരു ഗോപിനാഥ് എന്ന് പറയുന്നത് ലോകപ്രശസ്തനാണെന്ന് ഉള്ള യാതൊരു സംശയമില്ല. ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയ 2 നർത്തകരായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 80-90 years ബാക്ക്. ഒന്ന് നോർത്തിലുള്ള ഉദയശങ്കർ, എല്ലാവർക്കും അറിയാം, മമതാ ശങ്കർ, ഉദയശങ്കർ, രവിശങ്കർ, ആ ഉദയശങ്കർ, ആ ഫാമിലിയിലുള്ള ഉദയശങ്കർ. സൗത്തിൽ ഗുരു ഗോപിനാഥ് കഥകളി നർത്തകരാണ്. കലാമണ്ഡലം കൃഷ്ണൻ നായരുമായിട്ടാണ് പഠിച്ചത്. കലാമണ്ഡലം ഗോപി, ഇന്നത്തെ വലിയ ഗോപിയാശാൻ്റെയൊക്കെ മൂത്തയാളാണ്. ഇന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ലളിതാ പത്മിനി രാഗിണിമാരുടെ ഗുരു, ജയന്തിമാല അദ്ദേഹത്തിൻ്റെ ഗുരു, പത്മാ സുബ്രഹ്മണ്യത്തിൻ്റെ ഗുരു. അങ്ങനെയുള്ള സിനിമാ ലോകത്ത് പാർത്ഥസാരഥി, തങ്കപ്പൻ, അതുപോലെയുള്ള വലിയ നർത്തകരുടെ എപ്പോഴും കാണാമല്ലോ, പാർത്ഥസാരഥി, തങ്കപ്പൻ, അവരുടെ എല്ലാം ഗുരുസ്ഥാനീയരായിട്ടുള്ള ഗുരുജിക്ക് കുറച്ച് നല്ല ഏജായിരുന്ന സമയത്ത് ഞാൻ 16-17 വയസ്സിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കാനും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് 500 സ്റ്റേജുകളിൽ വെളിയിൽ ഗുരുജിയുമായിട്ട് പഠിക്കാനും സ്കോളർഷിപ്പോടുകൂടിയാണ് ഞാൻ പഠിച്ചത്. അതിനോടൊപ്പം തന്നെ പിന്നെ പല വ്യത്യസ്തമായിട്ടുള്ള ഡയറക്ഷനും കൊറിയോഗ്രാഫിയും അതിനൊക്കെ കുറിച്ച് മനസ്സിലാക്കണമെന്നുള്ള അറിവുള്ളതുകൊണ്ട് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ കഥകളി പഠിച്ചു. പിന്നെ നട്ടുവൻ പരമശിവം മാസ്റ്റർ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഭരതനാട്യം, അദ്ദേഹത്തിൽ നിന്ന് ഭരതനാട്യം പഠിച്ചു. പിന്നെ കലാധരൻ ചേട്ടൻ, അങ്ങനെ കുറേ, വേണിച്ചേട്ടൻ, എനിക്ക് മൂത്ത ജ്യേഷ്ഠ സഹോദരനെ പോലെ നെടുമുടി വേണിച്ചേട്ടനുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷനിൽ നാടകങ്ങളും സുന്ദരകലകളോടുള്ള ഒരു അഫിനിറ്റി പക്ഷേ സ്ഥലത്തുമില്ല. ഞാൻ ആ സമയത്ത് ഞാൻ ഇലക്ട്രോണിൽ നിന്ന് മാറി വെളിയിലേക്ക് പോയി. പക്ഷേ എന്നാലും ഒരു കൾച്ചറൽ ഫ്രസ്ട്രേഷൻ, എ പേഴ്സൺ, പ്രത്യേകിച്ച് ഒരു ഓർഗനൈസേഷണൽ മേഖലയിലേക്ക് വർക്ക് ചെയ്യുന്ന ഒരാൾക്കുണ്ടാകുന്ന ഒരു കൾച്ചറൽ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അതെനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിനൊക്കെ ക്രഷ് ഓൾ ദി ഇംപിഡിമെന്റ്സ് ആൻഡ് കം ഓഫ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എല്ലാതിനെയും തരണം ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് വരിക എന്നുള്ളത്. അതിൻ്റെ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ധാരാളം കൂടുതൽ അവതരിപ്പിക്കാനുള്ളൊരു മോഹം. പക്ഷേ സമയം ഭയങ്കര റെസ്ട്രിക്ഷനാണ്. ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ 8-8:30-9 മണിക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം, അത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു കോർപ്പറേഷനിൽ, അതും ഒരു സീനിയർ റോളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, സീനിയർ ലീഡർഷിപ്പ് റോളിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കതിന് ടൈം വളരെ ഇതാണ്. എന്നാലും സാറ്റർഡേ സൺഡേ ഒക്കെ ഞാൻ സമയം കണ്ടെത്തും അതിനു വേണ്ടി. ആദ്യം ഒരു ചോദിച്ചില്ലേ എങ്ങനെയാണ് സമയം? അത് മാനേജ്മെന്റിനുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ടൈം മാനേജ്മെന്റ്. ആൾക്കാർ പറയും എനിക്ക് സമയമില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് വളരെ വിയോജിപ്പാണ്. ഓർഗനൈസേഷൻ ബേസിക് ഫണ്ടമെന്റൽ കാര്യമാണ് ടൈം മാനേജ്മെന്റ്. ഹൗ യു ക്യാൻ മാനേജ് യുവർ ടൈമിങ് ആൻഡ് ഹൗ യു ക്യാൻ ഷെഡ്യൂൾ
timing and how you can schedule the priorities, P1, P2, P3 priorities. ആ രീതിയിലുള്ള ഒരു അപ്രോച്ചായിരുന്നു ഞാൻ. അത് തന്നെയാണ് അപ്പം ഈ വിജയത്തിൻ്റെയൊക്കെ പിന്നിൽ ഈ രഹസ്യം. വിജയത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഗുരുക്കന്മാരുടെ അനുഗ്രഹം എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ അച്ഛനമ്മമാരുടെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഫ്രണ്ട്സിൻ്റെ തമ്മിലുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനും അവരുമായിട്ട് ചോദിക്കുക, ഗിവ് ആൻഡ് ടേക്ക് കൈൻഡ് ഓഫ് പോളിസീസ്, അങ്ങനെയുള്ള ഒരു ചിന്തയിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റൂ. അപ്പോൾ ഈ നമ്മുടെ ഈ പറഞ്ഞ ഒരു ചോദിക്കാനുണ്ട്, അയച്ച് അത് പറയൂന്ന് വിചാരിച്ചു, അപ്പം അങ്ങോട്ട് തന്നെ ചോദിക്കാം. ഒരു ഷോർട്ട് ഫിലിം 14 ക്യാരക്ടേഴ്സ് സാർ തന്നെ ചെയ്തു, അതല്ലേ ഈ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് തിരഞ്ഞെടുത്തത്? അതെങ്ങനെ സംഭവിച്ചു? ഇത്രയും ടൈം ഇത്രയും കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്നതിനിടയിൽ ഒരു ഷോർട്ട് ഫിലിമിൽ 14 ക്യാരക്ടേഴ്സ് ഒരാൾ തന്നെ ചെയ്യാന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. അതെങ്ങനെ സംഭവിച്ചു? അത് സംഭവിച്ചതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് കറക്റ്റും ഞാൻ ഈ 3 വർഷം നമ്മളെ കോവിഡ് റിലയൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 3.5 വർഷമായിട്ടുള്ളത്. നമ്മളെ 2020 നമ്മളെ വെള്ളയാണി ദേവീക്ഷേത്രത്തിലുള്ള ആ ഒരു ഉത്സവ സമയത്ത് ഞാൻ ഇവിടെ വന്നു. ഞാനും വൈഫും കൂടെ വാഷിംഗ്ടൺ DC പോയിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് 2020 മാർച്ച് 16 പോകണം. ആ സമയത്ത് 13 തോന്നുന്നു ഫസ്റ്റ് കോവിഡിൻ്റെ ഡിക്ലറേഷൻ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിൽ നിന്നാണ് വർക്കിംഗ് വരും, ഓൺലൈൻ ആൻഡ് പ്ലസ് ഫോൺ കോൾസ്, MS Team, Microsoft Team meetings and Zoom meeting, etc. and all, through virtual kind of connect with the leaders and other managers and other departments and all. ഇപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ഒരു കലാകാരനുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ഞാൻ ശരിക്കും അനുഭവിച്ചത് ഈ കൾച്ചറൽ സമയത്താണ്, ഈ ടൈമിനാണ്, ഈ കോവിഡ് ടൈമിൽ. ഞാൻ എന്ത് ചെയ്തു, കുറേ വീഡിയോസ് ഞാൻ ചെയ്തു. ഒരു 100-ൽ പരം വീഡിയോസ്, പഴയ സിനിമാ ഗാനങ്ങളുടെ ആവിഷ്കാരങ്ങൾ, എൻ്റേതായിട്ടുള്ള അതിൻ്റെ നൃത്താവിഷ്കാരം, അതെങ്ങനെ നൃത്താവിഷ്കാരം അതും എനിക്ക് വളരെ വേണ്ടപ്പെട്ട 2-3 ആൾക്കാരുണ്ട് സിനിമാ ലോകത്തിൽ. ഈവൻ ഇന്നത്തെ ഏറ്റവും വലിയ നടനായിട്ടുള്ള ശ്രീ മധു സാർ, എനിക്ക് നമ്മളൊരു റിലേഷനും കൂടെയാണ്. ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തപ്പോൾ കൊള്ളാം. ഏറ്റവും വളരെ രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ വേണുചേട്ടൻ പറഞ്ഞു, അദ്ദേഹം എഴുതിയ സെൻറ്റൻസും എൻ്റെ വാട്സാപ്പിൽ ഇപ്പോഴും അത് കിടക്കണം, ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. അതായത് ഇങ്ങനെയുള്ള ഒരു വറുതിക്കാലം സ്വയം ഉപഭോക്തമാക്കാൻ വേണ്ടി ഇത്രയും ഇങ്ങനെയുള്ള കഥകൾ എപ്പോഴും ഉപകരിക്കും, സജീവ് തുറന്നുകൊണ്ടേയിരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനൊരു അർദ്ധനാരീശ്വര നൃത്തം ഞാൻ ചെയ്തപ്പോൾ വേണുചേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, സജീവ് എവിടെ നിന്നാണ് കിട്ടിയത്? ചേട്ടാ ആരുടെ പറയരുത്, തെലുങ്കിലുള്ള ഒരു സിനിമ, പഴയ സിനിമയിൽ എടുത്ത ഒരു സാധനമാണ്. ഞാനത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലെടുത്ത്, എന്നിട്ട് ഞാൻ പാതി ശിവനും പാതി പാർവതിയും ആക്കിയിട്ട് സിമ്പിൾ നമ്മളെ വീട്ടിൻ്റെ ടെറസിൽ വെച്ചിട്ടുള്ള എൻ്റേതായിട്ടുള്ള ഒരു ശൈലിയിൽ ഞാൻ ചെയ്തതാണ്. അത് ഭയങ്കരമായിട്ട് ആൾക്കാരെല്ലാം അപ്രീഷിയേറ്റ് ചെയ്തു. അങ്ങനെ ഈ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ തുറന്നുകൊണ്ട് പോയിക്കുന്നു. ഒരു മുമ്പേ എനിക്ക് ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ഒരു ആശയമാണ്, എനിക്ക് ഏതെങ്കിലും ഒരു സാധനം, ഒരു ഫിലിം എന്ന് പറയുന്ന സിനിമാ നടനും ഇങ്ങനെ കാണണമെന്നുള്ളൊരു ആഗ്രഹം ഇപ്പോൾ മണ്ടേ എനിക്കില്ലായിരുന്നു. കാരണം ഒന്നാമത് എനിക്ക് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഐ വാസ് കംപ്ലീറ്റ്ലി ബിസി വിത്ത് മൈ സ്റ്റഡീസ്, എഞ്ചിനീയറിംഗ് സ്റ്റഡീസ് ആൻഡ് മാസ്റ്റേഴ്സ് ആൻഡ് ഈവൻ മൈ PhD ആൻഡ് മൈ വർക്ക്. ആ കരിയറിൽ എനിക്ക് പോകണമെന്നുള്ളായിരുന്നു. പക്ഷെ അതിനോടൊപ്പം എനിക്ക് സുന്ദരകലയോടുള്ള ഇഷ്ടമാണ്, നാടകങ്ങളും നൃത്തവും അതൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ എനിക്ക് ആ സമയത്താണ് 2 വർഷത്തിന് മുമ്പ് എനിക്ക് തോന്നിയ ഒരു ആശയമാണ്, ഐ നീഡ് ടു ഡൂ സം സോർട്ട് ഓഫ് ഇന്നോവേറ്റീവ് കൈൻഡ് ഓഫ് ആക്ടിങ് ഓർ ഫിലിം മേക്കിംഗ് എന്നുള്ളത്. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ശശിധരൻ പുലാപ്പാറ്റ, ഈസ് എ ബാങ്ക് ജനറൽ മാനേജറായിരുന്നു, റിട്ടയർ ചെയ്തതാണ്, ഈസ് കാനറ ബാങ്കിൽ, ഇപ്പോൾ പാലക്കാടാണ്. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കും. എന്നിട്ട് ഒരു ചെറിയൊരു പാരഗ്രാഫ് എനിക്ക് തരുന്ന ഒരു തിങ്സ്, sort of content, a prissy kind of thing. അങ്ങനെ അദ്ദേഹം എഴുതും. ഞാൻ പറഞ്ഞു ഇത് ശരിയാവില്ല, അത് മാറ്റി അങ്ങനെ അവസാനം ഒരു ചെറിയൊരു പ്രസി എനിക്ക് എഴുതി തന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായി അത് കണ്ടപ്പോൾ. അത് ഞാൻ വെച്ചത് ഫിലിം ഓറിയൻറ്റഡ് ആണ്. എനിക്കൊരു വളരെ വയലൻസോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അഗ്രസീവായിട്ടുള്ള ഒരു സ്റ്റോറിയും അത് അമാനുഷ്യമായിട്ടുള്ള ഒരു സ്റ്റോറിയൊന്നും എനിക്ക് ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനാണെങ്കിൽ നമുക്ക് ഹോളിവുഡ് സിനിമ കണ്ടുകൂടെ, നമുക്ക് വേറെ എൻ്റെ ആവശ്യമില്ല. ഹോളിവുഡ് സിനിമയിൽ ഇഷ്ടം പോലെ ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിനിമ കാണാം, പഴയ സിനിമ, ഈവൻ ജെയിംസ് ബോണ്ട് സിനിമകളിലും അമാനുഷ്യത്തോട്ട്. പക്ഷെ അതിനൊന്നും താല്പര്യമില്ല, നമ്മളുടെ ലൈഫുമായിട്ട് ബന്ധമുള്ള. അതുകൊണ്ടാണ് അതിന് പേരും ദി ലൈഫ് അല്ലെങ്കിൽ ജീവിതം എന്ന ഒരു ഷോർട്ട്. ദി ലൈഫ് അല്ലെങ്കിൽ ജീവിതം, മലയാളത്തിൽ ജീവിതം. അതിന് ഞാൻ ചെയ്ത ഒരു അച്ഛനും അമ്മയും 3 മക്കളും ഡിഫറെൻ്റ് ആയിട്ടുള്ള മക്കളാണ്. ഒരാൾ ഒരു ഇസ് കൈൻഡ് ഓഫ് എ CEO കൈൻഡ് ഓഫ് എ പേഴ്സൺ, അനദർ പേഴ്സൺ ഈസ് എ ഗുണ്ട ഹൂലിഗൺ, ആൻഡ് അനദർ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു
നർത്തകൻ, നാടകക്കാരൻ, ഒരു കലാകാരൻ. അച്ഛനും അമ്മയും, അമ്മ വയസ്സായി ഒട്ടും സുഖമില്ലാത്തവരാണ്. അവരുടെ പിറന്നാളിന് എല്ലാവരെയും വിളിക്കുന്നു. ആ പിറന്നാളിന് ആ ദിവസം തന്നെ അമ്മ മരിക്കുന്നു. അത് വളരെ ഷോക്കാക്കുന്നു അച്ഛനെ. ഇവിടെ മക്കളെല്ലാവരും വന്ന് സംസാരിക്കുന്നു. ആര് അച്ഛനെ നോക്കുമെന്നുള്ളതായി, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളായി. അതിൽ പാവപ്പെട്ട കലാകാരൻ, അപ്പോൾ എനിക്കെപ്പോഴും കലാകാരന്മാർക്ക് ഒരു മനസ്സുണ്ടല്ലോ, നമ്മളിപ്പോൾ കലാകാരന്മാർക്ക് മനസ്സിലായി. അതാണ് അതിൽ വന്നത്. അങ്ങനെ ആ കലാകാരൻ ഈ അച്ഛനെയും കൊണ്ട് പോകുന്നു. അപ്പോൾ ഇനി ആര് ചെയ്യും, ആരൊക്കെയാണ് കാസ്റ്റ് ചെയ്യാനുള്ളതെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മളുടെ കുറേ ഫ്രണ്ട്സ് സർക്കിളിൻ്റെ ഇടയിൽ അവസാനം ഇത് ഭയങ്കര ടഫായിരിക്കും. കാരണം ഞാനിത് നറേറ്റ് ചെയ്തു. അച്ഛനും മകനും തമ്മിലുള്ള സ്റ്റോറി ആകുമ്പോൾ ദശരഥൻ്റെയും രാമൻ്റെയും, ദശരഥൻ്റെ വാക്ക് കേട്ട് രാമൻ കാട്ടിലേക്ക് പോകുന്നതും അതൊരു നറേഷൻ. അതേമാതിരി യയാതിയൻ കുരു മഹാഭാരതത്തിലെ യൗവനം തിരിച്ചു കിട്ടാനുള്ള വാർദ്ധക്യമായിട്ടുള്ള അച്ഛൻ, അതായത് ശുക്രാചാര്യൻ ശപിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം വയസ്സനായി. ചെറുപ്പത്തിലെ തന്നെ വയസ്സായതാണ് യയാതി. അദ്ദേഹം ചെറുപ്പമാകാൻ വേണ്ടിയുള്ള മകൻ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, SLA എന്നൊക്കെ പറയാം, സർവീസ് ലെവൽ അഗ്രിമെന്റ്, ഹൗ വി ക്യാൻ ഗെറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് എഗ്രിമെന്റ്. അപ്പോഴതിന് ഞാനിത് ഒരു നറേഷൻ ഈ തുടങ്ങുന്നതിന് ഒരു സീതാപഹരണം, രാവണൻ സീത, രാവണ സന്യാസി എന്ന് പറഞ്ഞാൽ മകൻ്റെ അതിലാണ് തുടക്കം. അപ്പോൾ നോക്കിയപ്പോൾ 14 ക്യാരക്ടേഴ്സ് ഉണ്ട്. കുറേ പേര് ഇത് ആര് ചെയ്യും, അതാര് ചെയ്യും. അവസാനം എനിക്ക് തന്നെത്താനെ തോന്നി ഞാൻ തന്നെ ചെയ്യും. അമ്മയുടെ ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്യും. മീശ മുളച്ചു വന്നതേ ഉള്ളൂ കേട്ടോ, നല്ല മീശയായിരുന്നു. വീട്ടിൽ മീശ കട്ട് ചെയ്ത സമയത്ത് എൻ്റെ മോളും വൈഫും എന്തോന്ന് മുഖം ഇങ്ങനെ ആയോ, ഇതുവരെയും കണ്ടിട്ടില്ല മീശ. അപ്പോൾ മീശ കംപ്ലീറ്റ് എടുത്തു. അപ്പോൾ പ്രേംലാൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും അപ്പോൾ മീശ ഇങ്ങനെ വിളച്ചെത്തി, എന്തോ സജീവ് ഇത് വേറൊരു ലുക്കാണല്ലോ ഇപ്പോഴും. അതൊക്കെ ഒരു 2 weeks ടൈം, അതൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ. എന്നിട്ട് അതിന് വർക്കൗട്ട് ചെയ്തു മനസ്സിൽ. എൻ്റെ അച്ഛൻ്റെ മൂമെൻറ്റ്സുകൾ ഞാനിങ്ങനെ വീക്ഷിച്ചു, എൻ്റെ അമ്മയുടെ മൂമെൻറ്റ്സുകൾ വീക്ഷിച്ചു. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്ന അഭിനയം എനിക്ക് വലിയൊരു ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് എൻ്റെ ഒരു എന്താണ് അറിയാം, ദാറ്റ്സ് എ ചലഞ്ച്, ദാറ്റ്സ് എ പ്രൊഫഷണൽ ചലഞ്ച്. അഭിനയം വലിയൊരു ടഫേ അല്ല. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ സംസാരിക്കുന്ന ആ രീതിയിൽ ചെയ്യാം. പക്ഷേ ഒരു നാടകത്തിനും അല്ലെങ്കിൽ നൃത്തത്തിനും അത് വേറെ സ്റ്റൈലൈസേഷൻ, ആംഗിക വാചിക സാത്വിക ആഹാരങ്ങളുടെ സമന്വയമാണ് ഒരു കല എന്ന് പറയുന്നത്. അതിൻ്റെ കുറപ്പുകളും കൂട്ടുകളുമാണ് കഥകളിയിലും അതുപോലെ കൂടിയാട്ടത്തിലും. പിന്നെ അവസാനം നമ്മൾ സിനിമയിൽ കാണുന്നത് വളരെ ഡൈലൂട്ടഡ് ഫോം, ഹൗ യു ക്യാൻ ബിഹേവ് യുവർ സെൽഫ് എന്നുള്ള അതുകൊണ്ട് എനിക്കൊരു ടഫായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ഞാൻ വിചാരിച്ചു ഈസിയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം എടുക്കുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, ഈ വൃദ്ധൻ അതിൽ ചെറുപ്പക്കാരൻ എന്താ കുഴപ്പമില്ല, നമുക്ക് വയസ്സാണെങ്കിലും നമ്മൾ ചെറുപ്പം ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. അതുപോലെ വയസ്സിനെക്കാട്ടിൽ കുറച്ചുകൂടെ വയസ്സാകാൻ പറ്റും. രാമൻ ഇതാണ്, സീത അതിൽ കാണിക്കുന്നുണ്ട്, സീത. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇതായിരുന്നു. അങ്ങനെ ഒരു ചലഞ്ചിൻ്റെ ഡയറക്റ്റ് ചെയ്തത് ഞാൻ തന്നെ. അത് വിട്ടുകൊടുത്തില്ല. സംവിധാനം, അഭിനയം, പ്രൊഡക്ഷൻ, സംവിധാനം, ഈ 14 വേഷങ്ങൾ എടുക്കാനുള്ള ഒരു ചങ്കൂറ്റം, മെയിൽ ഡബിങ് വോയിസ്. അപ്പോൾ ചിലവർ ആൾക്കാർ പറഞ്ഞു സജീവിൻ്റെ ശബ്ദം മതി, അതിൻ്റെ മോഡുലേഷൻ ഏറ്റക്കുറച്ചിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കറിയാവുന്നത് ബെൻസൺ സ്റ്റുഡിയോ, സുനീഷ് അയാളായിരുന്നു ഇത്. പിന്നെ രാജേഷ് എന്ന് പറഞ്ഞ ആൾ, എഡിറ്റ് ചെയ്യാൻ നല്ല മിടുക്കനായിട്ടുള്ള ഒരാൾ. അതേപോലെ ക്യാമറ ഷിബു എന്ന് പറഞ്ഞ ഒരാൾ. ഇപ്പോഴേ ഇവരുടെ മേക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേക്കപ്പ് ഇത് വളരെ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. അത് മാനേജ്മെന്റിലുള്ളതാണ്. ഹൗ ബീങ് മീ ആസ് എ സജീവ്, ആസ് എ സിമ്പിൾ ഹംബിൾ പേഴ്സൺ, ഐ എം എ വെരി സിമ്പിൾ പേഴ്സൺ. ഹൗ യു ആർ ഗോയിങ് ടു ബി ആസ് എ ലീഡർ, സീനിയർ ലീഡർ, ആൻഡ് ഹൗ യു ആർ ഗോയിങ് ടു ഫേസ് 10,000 people in front of August audience. That is a challenge. എത്ര ദിവസം എടുത്തപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ? That's a very good question. നമ്മൾ ഓർഗനൈസേഷനിൽ തന്നെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. ചില ആൾക്കാർ പറയുന്നു ഇത്രയും ദിവസം എടുത്തു തന്നെ. ഞാൻ വിചാരിക്കുന്നത് ഞാനെടുത്തിരിക്കുന്ന ഒരു കുഞ്ഞ് മൂവിയാണല്ലോ, 20 minutes. ഒരു മെഗാ മൂവി 2 hours ആയാലും 3 hours ആണെങ്കിലും അതിൻ്റെ അപ്രോച്ച് ഓഫ് ഫിലിം മേക്കിംഗ് സെയിം ആണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഇപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാലും multi-billion, 10 ലക്ഷം കോടി രൂപ അങ്ങനെയുള്ള അതിൽ മുടക്കി കഴിഞ്ഞാൽ, 10 ലക്ഷം കോടി സിനിമയ്ക്ക് വേണ്ടിയല്ലേ, നമ്മൾ ഓർഗനൈസേഷനിൽ മുടക്കി കഴിഞ്ഞാലും അതിൻ്റെ പ്രോജക്റ്റ് എക്സിക്യൂഷൻ തന്നെ സെയിമാണ്, അബ്സല്യൂട്ട്ലി സെയിമാണ്. അപ്പോൾ ഞാൻ കുറേ ആലോചിച്ചു. പ്രീ പ്ലാനിങ് ആയിരുന്നു അത്, പ്ലാനിങ് സ്റ്റേജ്. പ്രോജക്റ്റിന് ഏറ്റവും വേണ്ടത് പ്ലാനിങ് ആണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഞാനിതെല്ലാം ഈവൻ കോസ്റ്റ്യൂം, മേക്കപ്പ് അതെല്ലാം റെഡിയാക്കി, ഇൻക്ലൂഡിങ് ദി സൈറ്റ് ലൊക്കേഷൻ അത് റെഡിയാക്കി, ഇൻക്ലൂഡിങ് ആ സൈറ്റിൽ എന്തെല്ലാം വേണമെന്നുള്ളത് വരെ ചിന്തിച്ചു. അതാണ് ആ പ്രോജക്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അത്രയും ചെയ്തതിന് ശേഷം
ഇറ്റ് ടുക്സ് 3 days. 3 ദിവസം 3 ദിവസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആക്കി. അതും ഒരു ചലഞ്ച് എൻ്റെ മേക്കപ്പാണ്. എൻ്റെ മേക്കപ്പ് ഞാൻ തന്നെ 14 വേഷവും ചെയ്യുന്ന മേക്കപ്പിൻ്റെ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച്. കാരണം ഒരു ക്യാരക്ടറിൽ നിന്ന് മറ്റൊരു ക്യാരക്ടറിലേക്ക് വരണമെങ്കിൽ ആ മേക്കപ്പിന് ഒരുപാട് ടൈം വേണം. അതിൽ 3 ക്യാരക്ടർ മീശയില്ലാത്തതാണ്. സീത, അമ്മയുടെ വേഷം, അങ്ങനെ എടുക്കും. അത് മാനേജ് ചെയ്തു. അത് ഞാൻ ലാസ്റ്റ് എടുത്തു. മറ്റെല്ലാം ആദ്യം എടുത്തു. പിന്നെ എഡിറ്റിങ്ങും നമ്മളെല്ലാം കൂടെ ഉള്ള ഡിസ്കഷനിൽ കൂടി അതെങ്ങനെ ഒരു ഫിലിം മേക്കിംഗ്, ഒരു 3 ക്യാരക്ടേഴ്സിന് അച്ഛൻ്റെ 3 മക്കളെ ഒരു ഫ്രെയിമിൽ കൊണ്ടുവരുന്നുണ്ട്. അഫ്കോഴ്സ് ഇപ്പോൾ പുതിയ ഇപ്പോഴും നമ്മളിങ്ങനെ സംസാരിക്കുന്നത് പോലെ തന്നെ കൊണ്ടുവരാം, ഒരേ ആക്ടറാണെങ്കിൽ തന്നെയും. അഫ്കോഴ്സ് ടെക്നോളജീസ് കീപ്പ് ഓൺ ചേഞ്ചിങ്. ഈവൻ ഫിലിം മേക്കിങ്ങിൽ AI-യുടെ ഇൻ്റർവെൻഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാൻ പോകുന്നു, വന്നു കഴിഞ്ഞു. ഇത് വർഷങ്ങൾക്ക് മുമ്പേ വന്നു കഴിഞ്ഞു. ഈവൻ ഹോളിവുഡ് മൂവിയിലൊക്കെ ഞാൻ ചേട്ടൻ സംസാരിച്ചപ്പോഴൊക്കെ ഹോളിവുഡ് മൂവീസിനെയാണ് പ്രിയോറിറ്റൈസ് ആയിട്ട് പറഞ്ഞത്. നമ്മുടെ ഇവിടെ ഇപ്പം മലയാളത്തിൽ എമ്പുരാൻ, മാർക്കോ ഒക്കെ ഹോളിവുഡിനേക്കാൾ എന്താ പറയാ, ഹോളിവുഡിനെ കാട് എന്ന് പറയരുത്, കാളല്ല, അതിനോടൊപ്പം നിൽക്കുന്ന തരത്തിലേക്കൊക്കെ നമ്മൾ നിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നിൽക്കാൻ ശ്രമിക്കുന്നു, ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും. വിജയപരാജയങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്, നമ്മൾ ഫേസ് ചെയ്യണം. നമ്മളൊരു ഇന്റർനാഷണൽ തലത്തിൽ നമുക്ക് ഭംഗിയായിട്ട് അത് പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ട്, പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മളതായ മതി. നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മൾക്ക് ഇഷ്ടം പോലും ഉണ്ട് ചെയ്യാൻ. നമ്മളുടെ സംസ്കാരം അതാണ്, അതിൽ തന്നെ നിന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോളിവുഡ് സിനിമ കണ്ടുകൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കൂടുതൽ വയലൻസും കൂടുതൽ പ്രോബ്ലം അത് ഇപ്പോഴത്തെ മയക്കുമരുന്നിൻ്റെ ഇതിൻ്റെയൊക്കെ കാലം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളതും അതുപോലെ വയലൻസസ് കൂടുതൽ വേണം എന്ന് പറഞ്ഞ് വേണ്ടെന്നല്ല പറയുന്നത്, വേണം. ഇപ്പോൾ മഹാഭാരതത്തിലായാലും രാമായണത്തിലായാലും വയലൻസുകളുണ്ട്, അത് വേണം. അത് വേണം. കൺട്രോൾഡ് വേ ഓഫ് ആക്ടിങ് ആൻഡ് കൺട്രോൾഡ് വേ ഓഫ് ഷോയിങ് ആൻഡ് മേക്കിംഗ്, അത് വരുന്ന സമയത്ത് അത് വളരെ ഗംഭീരമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അങ്ങനെ 3 days കൊണ്ട് ഇത് വലിയ കുഴപ്പമായിട്ട് ഈ ലൈഫിന് എത്ര അവാർഡുകൾ കിട്ടി? എനിക്കെല്ലാം കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ട് ചെയ്ത് നോക്കണം. 32 + 33 ഈക്വലി. ഇന്നലെ എനിക്ക് 4 കിട്ടി. പിക്കാസോ ഇന്റർനാഷണൽ അവാർഡ്, അങ്ങനെ എനിക്കെല്ലാം കൂടി ഞാൻ ഫിലിം ഫ്രീവേയിൽ തന്നെ അപ്ലൈ ചെയ്തതും അല്ല, കേരളത്തിനകത്ത് തന്നെ ഞാനൊരു 6-7 അപ്ലൈ ചെയ്തു. അതിൽ ഞാൻ 2-3 എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഏപ്രിൽ ലാസ്റ്റ് ആൻഡ് മെയിൽ. ഇപ്പൊ തന്നെ എണ്ണി തീരാത്തത്ര ആയി കഴിഞ്ഞു. അതെ, അവാർഡ്സുകളും അതുപോലെ കിട്ടി. അതൊരു സന്തോഷമാണ്. അതെ, തീർച്ചയായിട്ടും. അത് നമ്മൾ ചെയ്യുന്നൊരു പ്രോജക്റ്റ് ഇത്രയധികം ഗംഭീരമായിട്ട് വരവേൽക്കുക, അല്ലെങ്കിൽ അതിന് നമുക്കൊരു അംഗീകാരം കിട്ടുക എന്നൊക്കെ പറയുന്ന ചെറിയ കാര്യമല്ല, അല്ലേ? നമുക്ക് വീണ്ടും അതുപോലുള്ള പ്രോജക്റ്റുകൾ ചെയ്യാനൊരു എന്താ പറയുക, ഇൻസ്പിറേഷനാണ്, അല്ലേ? അപ്പൊ പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും മനസ്സിലുണ്ടോ? എൻ്റെ ഉണ്ട്. അത് സ്വന്തമായി തന്നെ അഭിനയിക്കുമോ, അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവരൊക്കെ ഉണ്ട് ഇവിടെ? അല്ല, അതിലും വേറൊരു, അത് ഞാനിപ്പോഴും പറയുന്നില്ല, എന്നാണ് ഒരു 3 ക്യാരക്ടേഴ്സ് മാത്രമുള്ള ഒരു സാധനമാണ്. അത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ അത് ഹിന്ദിയിൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കുറേ ഫ്രണ്ട്സ് മുംബൈയിൽ നിന്ന് കുറേ പേര് വിളിച്ചു. അപ്പോൾ ഹിന്ദിയും മലയാളവും അറിയാവുന്ന ഇപ്പോഴും ONGCയിലെ ഒരു വളരെ സീനിയറായിട്ട് വർക്ക് ചെയ്യുന്ന ജനറൽ മാനേജർ, ലേഡിയാണ്, മലയാളിയാണ്, പക്ഷെ കേരളത്തിൽ ജനിച്ചതല്ല. പക്ഷേ അവരുടെ ഞാൻ പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു, ഐ ക്യാൻ ഡു ദാറ്റ്. മലയാളം അറിയാം, പക്ഷേ ഹിന്ദി ഭയങ്കര ലിംഗ്വിസ്റ്റിക്, ഭയങ്കര ലിറ്ററേറ്റ് ആണ് ഹിന്ദിയിൽ. എഴുതിയിട്ട് അതിനെ ഹിന്ദിയിൽ അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറേ ഫ്രണ്ട്സ്, നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്, മുംബൈയിലുള്ള ആൾക്കാരുണ്ട്. അവരെൻ്റെ പക്ഷേ സജീവ്, ഡോണ്ട് യു മേക്ക് ദിസ് ഫിലിം ആസ് ഇൻ ഹിന്ദി? ഞാനൊരു ഹിന്ദിക്കാരി കേട്ടോ. ഞാൻ ജനിച്ചു വളർന്ന അരുണാചൽ പ്രദേശിലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതുകൂടെ പറയട്ടെ. അപ്പോൾ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാം, കുറച്ചൊക്കെ ഹിന്ദി നമുക്കും അറിയാം. വെരി ഗുഡ്. ഹിന്ദിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ദെൻ ഫിലിം മേക്കിങ്ങിൻ്റെ കാര്യമൊക്കെ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാം. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സുകളൊക്കെ വിളിക്കാറുണ്ട്, സാർ നമുക്കത് ചെയ്യണം, ഇത് ചെയ്യണമെന്ന്. ചേട്ടൻ ഇത്രയും, ഞാൻ സാറിനെ വിളിച്ചോണ്ടിരുന്നത്, പക്ഷേ ഇത്രയും സംസാരിച്ചു ചേട്ടൻ ചേട്ടൻ ഇത്രയും എന്താ പറയുക, കഥകളിയായാലും ബാക്കി ആർട്ട് ഫോംസിൻ്റെ പല വിഭാഗത്തിൽ ചേട്ടൻ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ പെർഫോം ചെയ്തു, ഡയറക്ഷൻ കൈവച്ചു. അപ്പം ചേട്ടനെ സംബന്ധിച്ച് ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവി എന്ന് വെച്ചാൽ വലിയ സ്ക്രീനിൽ നമുക്കിനി ചേട്ടനെ കാണാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേട്ടന് ചെയ്യാൻ പറ്റും, അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ, അത് ചെയ്യണം. ഞാൻ അപ്പോൾ പറഞ്ഞു, ഞാൻ സ്റ്റിൽ ഐ എം എ ലേണർ, നോട്ട് ലേണർ ഓൺ ഫിലിം മേക്കിങ്ങിലല്ല, എൻ്റെ ജീവിതത്തിലെ ലേണിംഗ് ആണ് എപ്പോഴും. ഒരിക്കലും പഠനം ഞാൻ പല യൂണിവേഴ്സിറ്റീസിലും ഞാൻ കൗൺസിൽ അഡ്വൈസറി ബോർഡിലുള്ളതാണ് ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഭാരതീയ വിദ്യാപീഠ് മുംബൈയിലെ അതിൻ്റെ ഒരു ടോക്കിന് ഞാൻ പോയിട്ട് ഞാൻ വന്നതാണ്. എൻ്റെ ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആൻഡ് സ്റ്റുഡൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അത് കണ്ടിന്യൂസ് ലേണറാണ്. അതേമാതിരി ഇതിനും ഇതേമാതിരി ചുമ്മാ ചാടി നാളെ എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യില്ല. ഐ ഹാവ് ടു ഹാവ് മൈ ഓൺ അജണ്ട ആൻഡ് പ്ലസ് മൈ ഓൺ ലേണിങ്സ് ആൻഡ് മൈ ഓൺ അപ്രോച്ച് ആൻഡ് my own way of English is postmortem analysis. Then after that only I will definitely. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രോജക്റ്റ് വരട്ടെ, അല്ലേ?
വരട്ടെ. അതെ. നമുക്കൊക്കെ നമുക്ക് അഭിമാനമല്ലേ അത്? അതെ 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 വരാൻ വേണ്ടി അത് അറിയില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ. ഇത്രയും സംസാരിച്ചപ്പോൾ തോന്നിയ ഒരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഈ ഇപ്പോൾ ഉള്ള യങ് ജനറേഷൻസിനോട് ഈ ബിസിനസ്സിലായാലും മറ്റ് മേഖലകളിലൊക്കെ അവർ കൈവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പഴയ പോലെയല്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് യങ് ജനറേഷന്. അവർക്ക് കൊടുക്കാൻ ഒരു ഉപദേശം ചേട്ടൻ്റെ ഭാഗത്ത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇന്നലെ ഞാൻ ഗുരുഗോപിനാഥ് നന്നഗ്രാമത്തിൻ്റെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറാണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞില്ലേതറിയില്ല, പറഞ്ഞു എന്നാണ്. അതിൽ 2 ദിവസത്തിന് മുമ്പ് ഞാൻ അവിടെ കുട്ടികളുടെ ഈ സമ്മർ വെക്കേഷൻ ക്ലാസ്സിന് വേണ്ടി ഞാൻ പോയിരുന്നു. നമ്മൾ ഇനോഗ്രേഷൻ സമയത്ത് ഞാൻ കൊക്കു പരമേശ്വരൻ എല്ലാവരും ഉണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളോട് ആദ്യം ഞാൻ പറഞ്ഞ ഒരൊറ്റ വാക്കെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ ഒരു വാക്കാണ്, ഗുരുഭ്യോ നമഃ. ആദ്യം വേണ്ടത് ഗുരുക്കന്മാരെയും അച്ഛനമ്മമാരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനുമുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ഈ പുതിയ ജനറേഷൻ ഏറ്റവും ഭയങ്കര, ഞാൻ വീട്ടിലും പറയാറുള്ള കാര്യമാണ്, പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മളുടെ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഈ മൊബൈൽ എന്ന് പറയുന്നത്. നമ്മളുടെ സമയം കൂടുതൽ സമയം ചിലവാക്കുന്ന സമയമാണ് ഈ മൊബൈൽ. അങ്ങനെ വരുന്ന സമയത്ത് ന്യൂറോ പ്രോബ്ലംസ് അടുത്ത കാലത്ത് തന്നെ കുട്ടികൾക്കുണ്ടാവും. വളരെ വെരി സോറി ടു സേ ദാറ്റ്. ഫിസിക്കലായിട്ടുള്ള ഒരു എക്സസൈസുകളും എക്സർഷൻസും അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എക്സസൈസുകൾ ചെയ്യണം, കമ്പൾസറി ഒക്കെ. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈവൻ PGക്ക് പഠിക്കുമ്പോഴേക്കും ഞാൻ 2-3 hours ശരിക്കും വേർക്കും. 10-15 കിലോമീറ്ററിനകം ഞാൻ നടക്കും ഒരു ദിവസം. ഇപ്പോഴും നമ്മൾ കുറച്ച് ഏരിയ ഉണ്ട്, അതിനകത്ത് എനിക്ക് കാണുന്ന എക്സസൈസ്. ആദ്യം നമുക്ക് വേണ്ടതെന്നാണ് സിമ്പിൾ. നമുക്ക് വേണ്ടത് കാശല്ല, ഹെൽത്താണ്. ഹെൽത്ത് അതുകൊണ്ടാണ് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 കോടി ഫ്രണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ 1 രൂപ പോലും എടുത്ത് എണ്ണാനുള്ള ആരോഗ്യമില്ലെങ്കിൽ വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ദിസ് മണി? സോ നിങ്ങൾക്ക് വേണ്ടത് ഹെൽത്ത്. കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അവരുടെ ഹെൽത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഇപ്പോഴുള്ള മയക്കുമരുന്നിൻ്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അത് വേറെ ടോപ്പിക്കിലേക്ക് എൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. അതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പിന്നെ നോക്കണ്ട, അയാളുടെ കരിയർ അവിടെ തീരെയാണ്, അതോടെ തീരെയാണ്. അതുകൊണ്ട് കുട്ടികളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ചെറിയ കാര്യങ്ങളെന്നുള്ളത്, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെയുള്ള അൺവാണ്ടഡ് കൂട്ടുകെട്ടുകളും ഇങ്ങനെയുള്ള ഈ ലഹരി ഉപയോഗിക്കൽ, അതൊക്കെ കുട്ടികളെ എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരെല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ്. ഒന്നും ഉണ്ടാവരുത്. പിന്നെ കൺട്രോൾഡ് വേ ഓഫ് ലൈഫ്, വീടുമായിട്ടുള്ള ബന്ധം, നാടുമായിട്ടുള്ള ബന്ധം. വീടും ഫ്രണ്ട്സും ആ റീജിയനും നന്നായാൽ മാത്രമേ അയാൾ ഒരു ലീഡർ ആവുള്ളൂ. അല്ലാതെ ആദ്യമേ ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രാവിലെ എണീറ്റ് ഞാൻ നാളെ മുതൽ ഇന്ന ലീഡറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇല്ല. സോ ഹി ഹാസ് ടു പ്രൂവ്, അല്ലെങ്കിൽ ഷീ ഹാസ് ടു പ്രൂവ്. പിന്നെ ആ ലേണിംഗ് എന്ന് പറയുന്ന കണ്ടിന്യൂവൽ ജേണിയിലേക്ക് പോവുക. എന്നാൽ മാത്രമേ ആദ്യം ഒരു നല്ല കുട്ടികളായിട്ട് ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തുമുണ്ട്, ആദ്യം പറഞ്ഞ എവറിത്തിങ് ഈസ് പോസിബിൾ എന്നുള്ള അതിലേക്ക് വരുമെന്നുള്ളതാണ്. എനിക്കത് ആ ഒരു അഡ്വൈസ് മാത്രമേ ഉള്ളൂ. എനിക്ക് വളരെ വളരെ വിഷമമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മളെ ഫിലിം മേക്കിങ്. സോറി, അതിൽ കുറേ വയലൻസ് കൊണ്ടുവരിക അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അതിൻ്റെ അത് ആവശ്യമില്ല. ഈ 20 വർഷത്തിന് മുമ്പേ ഉള്ള ഭയങ്കര ഇപ്പോൾ നമ്മൾ കാണുന്നതിനേക്കാൾ എത്രയോ ഗംഭീരമായിട്ടുള്ള ഫിലിം മേക്കിംഗ് 20 years ബാക്ക് ഉണ്ട്. നമ്മൾ ഈവൻ പഴയ ജെയിംസ് ബോണ്ടിൻ്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഞെട്ടിക്കുന്ന ഇതുണ്ട്. അതുകൊണ്ട് അതിലൊന്നും നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ഈ ഫിലിം മേക്കിംഗ് ആണ്. ഹൗ വി ക്യാൻ കോൺവേ സം സോർട്ട് ഓഫ് ബെറ്റർമെൻറ്റ് ഐഡിയാസ് ടു ദി പബ്ലിക് അത് കണ്ട് വാവ്. പഴയ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്രയോ സിനിമകളെയും നമ്പർ ഓഫ് മൂവീസ് കേൾക്കും ഒരു 100 പ്രാവശ്യം തന്നെ കാണാം എന്ന് തോന്നുന്നു. ഇതിൽ പല സിനിമകളും അതുപോലെ അതൊക്കെ എൻ്റർടൈൻമെൻറ്റ്. ആ ഒരു എൻ്റർടൈൻമെൻറ്റ് അതിലായിരിക്കണം ഒരു ഫിലിം മേക്കിങ്ങും. സുന്ദരകലകളല്ല ഈ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഫിലിം എന്ന് പറയുന്നത് ഫിലിമിലൊക്കെ ഉള്ളതാണ്. അതൊക്കെ കൊച്ചി ഇൻഫാൻ്റാണ് ഇപ്പോഴും. തീർച്ചയായിട്ടും ഇൻഫാൻ്റ് ഇപ്പോൾ 20ാം നൂറ്റാണ്ടിലുള്ള മേക്കിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. 2000-3000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഗ്രീക്ക് നാടകങ്ങൾ, അത് അന്ന് വളരെ ഗംഭീരമായിട്ടാണ് ആ നാടകങ്ങളുള്ളത്. അതിൽ നിന്ന് മാറി ചെറിയ കുഞ്ഞു മീഡിയമാണിത്. അത് ഇന്ന് കാണുന്നതല്ല നാളെ. ബിക്കോസ് ഓഫ് ടെക്നോളജി ഇൻ്റർവെൻഷൻസ് ഇറ്റ് ഈസ് കീപ്പ് ഓൺ ചേഞ്ചിങ്. അത് മാറി വേറെ ലെവലിലേക്ക് വരും എന്നുള്ളത്. നമ്മൾ ഇന്നത് AI ടെക്നോളജി, നാളെ വേറെ ആയിരിക്കും വരുന്നത്, മറ്റന്നാൾ വേറെ ആയിരിക്കും. ബിക്കോസ് ടെക്നോളജി ഈസ് കീപ്പ് ഓൺ ചേഞ്ചിങ്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന കാൽക്കുലേറ്റർ അല്ല ഇപ്പോഴും. കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ ഓർമ്മയിൽ 30 വർഷത്തിന് മുമ്പേ കയറിയ ഫ്ലൈറ്റ്, ഏറ്റവും കൂടുതൽ ഫ്ലൈ ചെയ്തിരുന്ന ഒരാളാണ്. മാസത്തിൽ തന്നെ ഒരു 5-6 പല കൺട്രികളിൽ പോകുന്ന ഫോക്കർ 27 F-27 എന്നൊരു പ്ലെയിനാണ്. ആ F-27 അല്ല ഇന്ന് A380 400-500 പാസഞ്ചേഴ്സിനെ കൊണ്ട് ടേക്ക് ഓഫും ലാൻഡിങ് ചെയ്യാൻ കപ്പാസിറ്റി. ദാറ്റ് മീൻസ് ടെക്നോളജി ഇപ്പോഴെല്ലാം ഉണ്ടാകുന്നത്, വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ളതാണ്. അത് കീപ്പ് ഓൺ ചേഞ്ച്. നമുക്ക് ഇന്നുണ്ടാകുന്ന ആ മേക്കിങ്ങും മാറും എന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ ഇത്രയും സമയം നമ്മളോടൊപ്പം
ചെലവിട്ടതിനും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. ചേട്ടൻ്റെ കുറേ ജീവിത യാത്രകൾ പറഞ്ഞു. എന്താ പറയുക, നമുക്കൊന്നും അറിയാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഒരുപാട് സന്തോഷം. താങ്ക്സ്. താങ്ക് യു വെരി മച്ച് യമുന. ഐ എം സോ ഓണേർഡ് ആൻഡ് പ്ലസ് വളരെ സന്തോഷമുണ്ട്. നല്ല നല്ല ചോദ്യങ്ങൾ ട്രിഗർ ചെയ്തു. ഐ വാസ് ടോക്കിംഗ് മോർ ആൻഡ് യു ആർ ട്രിഗറിങ് ആൻഡ് പ്രോബിങ് സംതിങ് ആൻഡ് ഐ വാസ് കീപ് ഓൺ ടോക്കിംഗ്. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.